യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അച്ഛാ, ഞാനാ അനു. ഞാൻ കുറെ നേരമായിട്ട് അച്ഛനെ വിളിക്കാൻ നോക്കുക, ലൈൻ പോകുന്നില്ല. എന്താ കാര്യം? അത് എനിക്ക് അച്ഛനെ കാണണം. ഈശ്വര, അച്ഛൻ അതിനെന്താ, കാണാമല്ലോ. ഇന്ന് തന്നെ കാണണം. ഞാൻ വീട്ടിലുണ്ട്, മോളിങ്ങോട്ട് പോന്നോളൂ. അവിടെ വന്നാലേ ആകെ കുഴപ്പാവുള്ളൂ. എന്തു കുഴപ്പം? അത് ശങ്കരങ്ങളുണ്ടെങ്കിൽ എനിക്ക് അച്ഛനോടൊന്നും തുറന്ന് സംസാരിക്കാൻ പറ്റില്ല. ശങ്കർ ഇവിടുന്ന് പോയിട്ട് കുറെ ദിവസം ആയല്ലോ, നിന്നെ വിളിച്ചില്ലേ? ഇല്ല, ശങ്കരങ്ങൾ എന്നെ ഇതുവരെ വിളിച്ചില്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഇല്ലച്ചാ, ശങ്കരങ്ങൾ എന്നെ വിളിച്ചില്ല. മാത്രമല്ല, എനിക്ക് അച്ഛനോട് പറയാനുള്ളത് ശങ്കരങ്ങളിനെ പറ്റി കൂടിയാ. അത് വീട്ടിൽ വന്നാൽ ശരിയാവില്ല. എന്നാ ഞാൻ അങ്ങോട്ട് വരാം. ഇവിടേക്കോ? അത് ഒട്ടും ശരിയാവില്ല അച്ഛാ. അതെന്താ? ഇവിടെ അർജുനും പൂജയും കൂടി എല്ലാരെയും കറക്കി കുപ്പിയിലാക്കി വെച്ചിരിക്കുക. ഞാൻ കുറെ രഹസ്യങ്ങൾ മനസ്സിലാക്കിയ അച്ഛാ. അത് എന്റെ ഉള്ളില് മാത്രം ഇരുന്നാൽ ശരിയാവില്ല. എനിക്ക് എന്തെങ്കിലും പറ്റിയാ അതറിയാവുന്ന ആരെങ്കിലും ഈ ഭൂമിയിൽ വേണം. അത് എന്ത് രഹസ്യം? അതൊന്നും ഫോണിലൂടെ പറയാൻ പറ്റില്ല. ഒരു തവണ അച്ഛൻ എന്നെ കാണാൻ വന്നൂടെ? അച്ഛൻ. ആ ശരി, വൈകിട്ട് 6:30 ഞാൻ എത്തിക്കോളാം. ആ ശരി, താങ്ക് യു അച്ഛാ. ഈശ്വര, ഹലോ ശങ്കരങ്ങളെ. എന്തായി? കൃത്യം 6:30 അഡ്വക്കേറ്റ് നന്ദഗോപൻ അവിടെ ഉണ്ടാവും. പോരെ? ഗുഡ് വർക്ക്, കൺഗ്രാറ്റ്സ്. താങ്ക് യു. ചേട്ടൻ, Your calling is out of network coverage area.
അച്ഛ ഫോൺ എടുക്ക്. ശ്ശേ. അച്ഛനിപ്പോ എങ്ങോട്ടാ? നീ എന്താ ഇവിടെ? പ്രിയ വിളിച്ചിട്ടാണോ അച്ഛൻ പോകുന്നത്? ആണെങ്കിൽ അച്ഛ ഇത് ചതിയാ, പോരുത്. അച്ഛനെ വിളിക്കുന്നേക്കാളും മുമ്പ് പ്രിയ ശങ്കരങ്കളിനെ വിളിച്ചിരുന്നു. അവര് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. എന്ത് സംസാരിച്ചു? എന്നെ കൊല്ലുവന്നു? അയ്യോ, ഞാൻ പറയുന്ന അച്ഛൻ തമാശയായിട്ട് എടുക്കരുത്. അച്ഛനൊന്ന് വിശ്വസിക്ക. എന്നെ വിളിച്ചത് എന്റെ മകളാണ്. അവൾ എന്നെ അപായപ്പെടുത്താനാണ് വിളിക്കുന്നതെന്ന് നിനക്കെങ്ങനെ പറയാൻ പറ്റും? എന്റെ അച്ഛൻ ഞാൻ ആ സംസാരം കേട്ടതാണെന്ന് പറഞ്ഞില്ലേ? അവൾ സംസാരിക്കുന്ന നീ ഒളിച്ചു നിന്ന് കേട്ടോ? അതോ ശങ്കർ അങ്ങനെയൊക്കെ അവളോട് പറഞ്ഞെന്ന് അവൾ നിന്നോട് പറഞ്ഞു? ഞാൻ അതിലെ വന്നപ്പോ യാദൃശ്യമായി കേട്ടതാ അച്ഛാ. അവൾ ആരോടോ സംസാരിക്കുന്നത് കേട്ടപ്പോ നീ ഒളിച്ചു നിന്ന് ശ്രദ്ധിച്ചു എന്ന് പറ. അപ്പൊ അവൾ അങ്ങോട്ട് പറയുന്ന മാത്രമല്ലേ നീ കേട്ടുള്ളൂ. അത് വെച്ച് ശങ്കർ അങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞു നീ അങ്ങ് തീരുമാനിച്ചു അല്ലേ? അല്ല. ആണ്. അനുവിനോടുള്ള വൈരാഗ്യത്തിന്റെ പേരിൽ നീ ഒരു കഥ ഉണ്ടാക്കുന്നതല്ലെന്ന് ഞാൻ അങ്ങനെ വിശ്വസിക്കും. ഞാൻ എങ്ങനെ അച്ഛനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടത്? 6:30 മണിക്ക് അച്ഛനെ നെഹ്റു പാർക്കിൽ എത്തിക്കണമെന്ന് ശങ്കരങ്കള പറഞ്ഞ്. ആയിക്കോട്ടെ, എന്റെ കൂടപ്പിറപ്പ് പറഞ്ഞു ഏൽപ്പിച്ചതല്ലേ, ഞാൻ പൊക്കോളാം. അച്ഛാ ഞാൻ കാല് പിടിക്കാം, ഇതൊരു ട്രാപ്പാ, പോവല്ലേ. എന്റെ മകളും കൂടപ്പിറപ്പും കൂടെ എനിക്ക് ട്രാപ്പ് ഒരുക്കുകയാണെങ്കിൽ അതെനിക്ക് കണ്ടേ പറ്റൂ. എന്തിന്റെ അടിസ്ഥാനത്തിൽ അച്ഛൻ മകളാണെന്ന് പറയുന്നത്? ഒരു ടെസ്റ്റ് റിസൾട്ടിന്റെ പേരിലോ? ഈ ലോകത്ത് ശാസ്ത്രീയമായിട്ട് അതൊക്കെ തെളിയിക്കാൻ വേറെ മാർഗങ്ങളൊന്നുമില്ലല്ലോ. അച്ഛാ ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഇത് അച്ഛനെയും കുടുംബത്തെ തകർക്കാനുള്ള നീക്കോ? ഏത് കുടുംബം? എവിടെയാണ് എനിക്ക് കുടുംബമുള്ളത്? വർഷങ്ങൾക്ക് മുമ്പ് ആ കുടുംബം ചിതറിപ്പോയതാ. കാലങ്ങൾക്ക് ശേഷം ആ കുടുംബം ഒത്തൊരുമിച്ച് ചേരുമെന്ന് കണ്ടിട്ട് എന്തായി? അതുണ്ടായോ? ഇല്ല. തിരിച്ചു വന്ന ഭാര്യയ്ക്ക് ഞാൻ എന്ന ഭർത്താവിനെ വേണ്ട. എനിക്ക് ജനിച്ചതാണെന്ന് കോടതി അംഗീകരിച്ച മകളെ അവൾക്ക് വേണ്ട. നിയമം അംഗീകരിച്ച മകൾ അച്ഛനെ കൊല്ലാൻ കെണിയൊരുക്കുകയാണെന്ന് ഭാര്യ മനസ്സുകൊണ്ട് മകളായിട്ട് അംഗീകരിച്ചവൾ മുന്നറിയിപ്പ് നൽകും. ആരൊക്കെ പറയുന്നതാണ് ഞാൻ കേൾക്കേണ്ടത്? നീ പറഞ്ഞതുപോലെ എന്നെ അവിടെ കാത്തു നിൽക്കുന്നത് അനുവിനോടൊപ്പം ശങ്കറാണെങ്കിൽ കുറെ കൂടെ നന്നായി. എനിക്ക് അവരോട് നേരിട്ട് ചോദിക്കണം. വർഷങ്ങൾക്ക് മുമ്പ് എന്റെ കുടുംബം തകർന്ന കാലം മുതലേയുള്ള കുറെ കാര്യങ്ങൾ എനിക്ക് നേരിട്ട് അവരോട് ചോദിക്കണം. അറിയപ്പെടാത്ത ഏതൊക്കെയോ അനാഥാലയങ്ങളിൽ നിന്ന് അച്ഛൻ എന്ന ക്ലെയിമുമായിട്ട് ഇനിയിപ്പോ ആരും വരാൻ പാടില്ലല്ലോ. ഇനി നീ പറഞ്ഞാണ് സത്യമെങ്കിൽ എന്റെ ചോദ്യങ്ങൾക്കുള്ള മുഴുവൻ ഉത്തരവും എനിക്കിന്ന് കിട്ടും. അത് കഴിഞ്ഞ ഞാൻ അങ്ങോട്ടൊന്ന് വരും, നിന്നെയും അർജുനെയും കാണാം. അച്ഛാ ഞാനൊന്ന് പറയട്ടെ. അച്ഛാ പ്ലീസ്. അച്ഛാ 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 ഒന്ന് കേക്ക് ഞാൻ പറയുന്നേ. അച്ഛാ പ്ലീസ്. അച്ഛാ 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 അച്ഛാ. ഈശ്വര. ചേട്ടാ. ഹലോ ചേട്ടാ. എന്താടോ? എന്തു പറ്റി? അല്ല, എന്തിനാ താൻ കരയുന്നത്? ഞാൻ ചേട്ടാ എത്ര തവണയായി വിളിക്കുന്നു. താൻ കാര്യം പറ.